എല്ലാവർക്കും പന്നൂസ് ഫെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുതിയ ഐറ്റം ഗ്രിൽ ചെയ്ത ചിക്കൻ കൊണ്ടുണ്ടാക്കിയ ബിരിയാണിയാണ്. ഇത് 2 സ്റ്റേജായിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ചിക്കൻ ഗ്രിൽ ചെയ്തെടുക്കുക എന്നതാണ്. സെക്കൻഡ് സ്റ്റേജിൽ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നു എന്നതിനോടൊപ്പം തന്നെ ഗ്രിൽ ചെയ്ത ചിക്കനെ നമുക്ക് കറിയാക്കി എടുക്കുകയും വേണം. കുറച്ച് സമയം എടുത്താണ് ഇത് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ആദ്യം ഗ്രിൽ ചെയ്യാനുള്ള ചിക്കനെ നമുക്കിവിടെ റെഡിയാക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഗ്രിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ഐറ്റംസ് ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. 1 തക്കാളിയുടെ പകുതി, 1 ചെറിയ സവാള, 4 പച്ചമുളക്, 1 നാരങ്ങയുടെ പകുതി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഏകദേശം ഒരു 25 അല്ലി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയായിരുന്നു. 10 ഗ്രാമ്പു, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. ഇനി ഇതെല്ലാം മിക്സിയിൽ അരയ്ക്കാൻ പാകത്തിന് ചെറുതായി കട്ട് ചെയ്യാം. ഇതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഇതിൻ്റെ കൂടെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇട്ട ശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുക. നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുമ്പോൾ കുരു വീഴാതെ ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. അപ്പോൾ ഇവിടെ ചിക്കനിൽ പുരട്ടേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഈ പേസ്റ്റ് നന്നായി തേച്ച് പിടിപ്പിക്കാം. ഇതൊരു 6 മുതൽ 8 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിറ്റേന്ന് രാവിലെ എടുത്താൽ മതിയാവും. ചിക്കനിൽ മസാല ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 45 മിനിറ്റ് എടുത്തത് ഗ്രില്ലായി കിട്ടാൻ. ചിക്കൻ അടിപൊളിയായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി റൈസ് റെഡിയാക്കാം. ഇതിലേക്കായി 2 കഷ്ണം ജാതിപത്രി, 2 കഷ്ണം തക്കോലം, കുറച്ച് പെരിഞ്ചീരകം, കറുകപ്പട്ട, 10 ഗ്രാമ്പു, 8 ഏലക്ക, 2 ബേ ലീഫ് എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി കുക്കറിൽ വെള്ളം ചൂടാക്കാൻ വെക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത ശേഷം നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ജാതിപത്രി, തക്കോലം, പെരിഞ്ചീരകം, ഗ്രാമ്പു, ഏലക്ക എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക. ബേ ലീഫ് ഇതുപോലെ തന്നെ ഇതിലേക്ക് ഇടുകയാണ്. അരി വെന്ത് കഴിയുമ്പോൾ ലീഫ് ഞാൻ എടുത്തു മാറ്റും. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കിയ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുക്കർ തുറന്നു വെച്ചാണ് അരി വേവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം കിട്ടുന്ന അരിയുടെയും വേവ് പലതരത്തിലാണ്. ഇപ്പോൾ റൈസ് ഒരു 80% വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ചോറിൻ്റെ വെള്ളം എല്ലാം വാർന്നു വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. ചിക്കൻ കറി റെഡിയാക്കാനായി കടായി എടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ചെറുതായി മൂപ്പിച്ചെടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ചേർത്താൽ മതി. ഞാൻ ഓൾറെഡി ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഇതിനായി ഞാൻ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള നന്നായി വഴണ്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ 2 കപ്പ് തിളച്ച വെള്ളം കൂടി ചേർക്കുക. ഇനി ഇതൊന്ന് നന്നായി കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഗ്രേവി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. ഗ്രേവിയും ചിക്കനും നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഐറ്റംസ് നെയ്യിൽ വഴറ്റി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. സവാള, ഫ്രൈഡ് ബ്രെഡ്, കിസ്മിസ്, കാഷ്നട്ട്, കറിവേപ്പില. ചിക്കൻ കറി ഞാനൊരു ബിരിയാണി പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. യെല്ലോ കളറിന് പകരം പാലും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി നെയ്യിൽ വഴറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ചേർത്ത് ഈ ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ 2 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് സെക്കൻഡ് ലെയർ ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. ഇനി 2 അടപ്പ് പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ച് കവർ ചെയ്ത ശേഷം അടച്ചു വെച്ച് 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 30 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ. നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഗ്രിൽഡ് ചിക്കൻ്റെയും ഗ്രേവിയുടെയും പൈനാപ്പിൾ എസൻസിൻ്റെയൊക്കെ മണം ഇങ്ങനെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇപ്പം തന്നെ കഴിച്ചാൽ കൊള്ളാറുണ്ട്. ഇപ്പം തന്നെ ഇത് കഴിച്ച് തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഗ്രിൽഡ് ചിക്കൻ ബിരിയാണിക്ക്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.